ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഋഷിയുടെ ബർത്ത്ഡേ ഒരു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഓരോ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഫസ്റ്റിനെ നമുക്ക് കേക്കാണല്ലോ അല്ലേ. അപ്പോൾ ഋതു ഇവിടെ ഇല്ലല്ലോ, അവൾ എൻ്റെ വീട്ടിൽ മഞ്ചേരിയാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ ബഹളത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഒന്നിനും. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മൂടി പിടിച്ചിരിക്കുന്നതായിരുന്നു. അപ്പം കേക്ക് ഉണ്ടാക്കാലടാ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിന് നിന്നത് കേട്ടോ. അപ്പോൾ സ്പോഞ്ച് മാത്രം നമുക്ക് ഇപ്പം ഉണ്ടാക്കി വെക്കാം, പിന്നെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഫ്രോസ്റ്റിങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ സ്പഞ്ച് വേഗം ഉണ്ടാക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പണിയെടുക്കുമ്പോഴും ഒരു ഭയങ്കര മടുപ്പ് തോന്നുകയാണ്. ഒന്നിനും ഒരു ഉഷാറില്ലാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ സ്പഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഋതു വീട്ടിൽ പോയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഏട്ടൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രാത്രി ആകുമ്പോഴേക്കും അവൾ എത്തുണ്ടായിരിക്കും. അപ്പോൾ അവൾ വരുമ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ പരിപാടിയാണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ മീഷോയിൽ നിന്ന് കുറച്ച് ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കൂടുതലായിട്ട് വേറെ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് മാറ്റി വെക്കട്ടോ. പിന്നെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായ കൂടി ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും ഋതു വന്നു കേട്ടോ. അവൾ വന്നാൽ പിന്നെ വേറെ വൈബാണ്, ഭയങ്കര ബഹളമായിരിക്കും. വന്നപ്പോൾ നല്ല വർത്താനമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം കാണാത്തതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു വന്നപ്പോഴേക്കും. അവൾ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഐറ്റംസ് ഉണ്ടാക്കുന്നില്ല. ഒരു ഉഷാറില്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊരു സുഖമില്ലാത്തൊരു ഇതാണ്. പിന്നെ മക്കൾക്ക് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്കിതൊക്കെ ഇനി ക്ലീൻ ആക്കാനുണ്ട്, ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ നേരത്തെ ഭയങ്കര ക്ഷീണമായത് കാരണം നമ്മൾ വേഗം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെയാണ് നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടാണ് മെയിനായിട്ട്. ഈ ചൂട് കാരണം നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അതാണ് മെയിൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് നടന്നില്ല. പിന്നെ രാത്രിയാണ് ഞാൻ അതിന് നിന്നത്. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുളിങ്ങയൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഒന്ന് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് ലെയറാക്കി വെക്കണം. ലെയർ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്തതിൽ ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഷുഗർ സിറപ്പൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കറണ്ടില്ലാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ക്രീം വിപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തു, ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. അവനെന്നും ബർത്ത്ഡേക്ക് പറയും കേക്ക് ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് മതി. വെറും ഒരു ചോക്ലേറ്റിൻ്റെ ആളാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടം പോലെ തന്നെ അവിടെ ആകെ കേക്ക് മാത്രമേ നമ്മളിത് ഉണ്ടാക്കുന്നുള്ളൂ. അവന് ഞാൻ ഇപ്രാവശ്യം ഗിഫ്റ്റൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ്, നമുക്കൊന്നും മേടിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ കേക്കെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും കേക്ക് ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ജസ്റ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് പിന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ രാത്രി ഞങ്ങൾക്ക് ഫുഡ് ചിക്കൻ കറിയും പിന്നെ ബസ്മതി അരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു റൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ സാലഡും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ വാട്ടർ മെലോൺ കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്ന സന്തോഷം കൊണ്ട് അവൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ ജാടയിലൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട്. ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നും പറയണില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര ഒരിത്, ഞാൻ ഒന്നും പറയുന്നില്ലായിരുന്നില്ല. അവൾ അങ്ങനെ ഇരുന്നു ഭയങ്കര സംസാരം കൂടിയിട്ടുണ്ട്. എന്നിട്ട് അമ്മ വിളിക്കുമ്പോൾ പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് വർത്താനം പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ടോ. പിന്നെ എന്തായാലും രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ മീഷോ ഒന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തു കേട്ടോ. പിന്നെ രാവിലെയാണ് ഞാൻ എടുക്കുന്നത്. രാവിലെ നമ്മൾ പയറും കടലയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി എടുത്തു. പിന്നെ പഴം ഉണ്ടായിരുന്നു. പിന്നെ നാളികേരം നമ്മൾ അമ്പലത്തിൽ നിന്ന് മുട്ടി കൊണ്ടുവന്നിട്ടുള്ള നാളികേരം ഇരുന്നിട്ട്, അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഋഷിക്ക് രാവിലെ അമ്പലത്തിൽ പോകണമല്ലോ, അപ്പോൾ എനിക്ക് പോകാൻ ടൈമില്ല. നമുക്ക് രാവിലെ ഇതൊക്കെ റെഡിയാക്കണ്ട, ആ ഒരു കാരണം കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ പിന്നെ തലേദിവസം കേക്കൊക്കെ റെഡിയാക്കി വെച്ചതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് സംഭവം എന്തായിട്ടുണ്ടെന്ന്. അപ്പം കുഴപ്പമൊന്നുമില്ല, അവൻ പറഞ്ഞു ഇഷ്ടമായി, രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചു. അതുമ്പോൾ ജസ്റ്റ് ഒരു ബർത്ത്ഡേൻ്റെ ഒരു ഇതും കൂടെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇവർ ആരും അപ്പം എണീറ്റിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ കട്ട് ചെയ്തപ്പോഴേക്കും അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവന് ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അവനെയും കൂടെ ഒന്ന് കാണാം. അപ്പോൾ അമ്പലത്തിൽ അവനും അവൻ്റെ പപ്പയും കൂടെയാണ് കേട്ടോ പോകുന്നത്, ഞാൻ പോകുന്നില്ല, നമുക്ക് വീട്ടിൽ പണിയുണ്ടല്ലോ. അപ്പോൾ അവൻ പോയി വരട്ടെ. അപ്പോൾ ഇതാ സിറ്റ് ഔട്ടിലിരിക്കുക കേട്ടോ. അപ്പോൾ ഇതല്ല കേട്ടോ അവൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചുള്ള ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ അവർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഇനി ക്ലീനിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. അത് കഴിഞ്ഞ് കിച്ചണിലുള്ള പണികളും കൂടെ തീർത്തിട്ടോ. ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അമ്മയും ചേച്ചിയും വന്നാൽ പിന്നെ നമുക്ക് ചുമ്മാ സംസാരിച്ചിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോഴേക്കും പിന്നെ അമ്മയും ചേച്ചിയും എല്ലാവരും വന്നു. ചേച്ചീൻ്റെ മോൾ ഇവിടെ ഇല്ല കേട്ടോ, അവളുടെ അമ്മമ്മ വീട്ടിലാണ്. പിന്നെ അവൾ വരുമായിരിക്കും. അപ്പോൾ അതാ കേൾക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കിക്കാറ്റും ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവന് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവൻ്റെ പപ്പ അവന് മേടിച്ച് കൊടുത്തിട്ടുള്ള ഷർട്ടും പാൻറ്റും, നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ അവന് കേക്കൊക്കെ കൊണ്ട് റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ, കേക്ക് കട്ടിങ്ങിനായിട്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, വീടിനടുത്തുള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാം കാരണം ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കിട്ടിയിട്ടുള്ളത്. കുട്ടികൾക്ക് വളരും തോറും അവർക്ക് മടി കൂടുകയാണ് കേട്ടോ. അപ്പോൾ ഋഷീൻ്റെ ചേച്ചി ഇല്ല കേട്ടോ ഇവിടെ, അവളുടെ അമ്മമ്മ വീട്ടിലാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവൾ ഇനി വിഷുവൊക്കെ ആകുമ്പോഴേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൾ ഈ ഫ്രെയിമിലില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഫ്രെയിം കുറച്ച് കാലം മുന്നേ കിട്ടിയതാണ്. ഇപ്പോൾ ഒരുപാട് ദിവസമായി ഇവരൊക്കെ അങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട്. ഇപ്പോൾ സ്കൂളും എക്സാമും അങ്ങനെയൊക്കെ ആയിട്ട് ഇവരാരെയും കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷം കേട്ടോ. അപ്പോൾ അവന് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവന് കേക്ക് ഞാൻ പറഞ്ഞല്ലോ, കേക്കും ഡ്രസ്സും മാത്രമേ ഇത്തവണ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും അവന് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വിഷുവൊക്കെ ആവുകയാണല്ലോ, അപ്പോൾ ഇനി എന്തായാലും അവന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ അച്ഛനും ഏട്ടനും ഇവിടെ ഇല്ല, അവർ മരം മില്ലിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ മരമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മില്ലിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഒരുപാട് നേരം ആവും. അപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അത് കാരണം കൊണ്ട് അവർ വരാനൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ സംസാരിച്ചിരിക്കുക കേട്ടോ. എന്തൊക്കെ പറയാനുണ്ടാവില്ലേ, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു ഇനി എന്തായാലും കഴിക്കേണ്ട ഭക്ഷണം കൊടുക്കുക കുട്ടികൾക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇത് എന്തൊക്കെയോ അവൾ വന്നതിന് ശേഷം കുറച്ച് സമയമായിട്ട് അവൾ ഒരു ബോക്സ് ഉണ്ടാക്കുകയായിരുന്നു. എൻ്റെ ഏതോ ഒരു പഴയ മൊബൈൽ ഫോണിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. അതിലെന്തൊക്കെയോ കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് അവൾക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ പിന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലയൊക്കെ ഇട്ട് അവർക്ക് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഇത്തവണ വിളക്ക് കത്തിച്ചിട്ടില്ല, വിളക്ക് കത്തിക്കാൻ പാടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് വിളക്കില്ല. അപ്പോൾ എന്തായാലും അവൻ ജസ്റ്റ് ഇങ്ങനെ ചോറൊക്കെ വിളമ്പി നമ്മൾ അരിയും പൂവ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ കഴിക്കട്ടെ. അവർ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവരവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കാർഡ് കളിക്കുമായിരുന്നു കേട്ടോ. അവർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനും ചേച്ചിയും അമ്മയൊക്കെ ഇരുന്ന് ഞങ്ങളങ്ങനെ കഴിച്ചു. അതുപോലെ ഋതുവിന് സ്കൂളിൽ നിന്ന് ഒരു ലൈബ്രറി ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു സ്റ്റോറിയാണ്, അത് വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും അവൾ അതിനൊന്നും കിട്ടിയില്ല കേട്ടോ. വീട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജാട കൂടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരവിടെ കാർഡ് കളിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും അവിടെ അവരുടെ അടുത്ത് തന്നെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ചിരുന്നു. അവരെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഋഷിക്ക് കൊടുത്ത ബോക്സ് അവ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ഓറിയോയുടെ ഒരു ഡയറി മിൽക്കായിരുന്നു കേട്ടോ. അതാണ് അവളുടെ ഗിഫ്റ്റ്. അപ്പോൾ അത് ഞാൻ തന്നെ പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് അവളത് ഒക്കെ ഒന്ന് കവറൊക്കെ ഒന്ന് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിച്ച് കഴിഞ്ഞിട്ടെങ്കിലും വീഡിയോ എടുക്കാൻ വായോ എന്ന് പറഞ്ഞിട്ടിരിക്കുക. അവൾ ആ സ്റ്റോറി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതെന്താ കഥ എന്നും കൂടെ ഒന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, ഞാൻ സ്നിഗ്ധ. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് ഉറുമ്പുകൊട്ടാരം. രചിച്ചത് ശ്രീലാൽ, ചിത്രീകരണം
വിജയൻ നെയ്യാറ്റിൻകര. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഉറുമ്പും അമ്മുക്കുട്ടിയും. ഈ കഥ ഞാൻ ചുരുക്കി പറയാം. അമ്മുക്കുട്ടിയുടെ പിറന്നാളായിരുന്നു. അവൾക്ക് അവളുടെ അമ്മാൻ കൊടുത്ത സമ്മാനം ഒരു ലെൻസ് ആയിരുന്നു. ഈ ലെൻസും വെച്ച് ഇവൾ എല്ലാ സ്ഥലങ്ങളിലൂടെയും നിരീക്ഷിച്ചു നോക്കും. ആ ലെൻസിലൂടെ അവൾ നിരീക്ഷിച്ചതോ ചെടികൾ, ഇലകൾ, പൂക്കൾ, പൂച്ചയുടെ മീശ എന്നിവയൊക്കെ. അങ്ങനെ അവൾ ഒരു ദിവസം ഒരു കാട്ടിലെത്തി. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഹേ, ഒന്നവിടെ നിന്നേ, അതിലൂടെ എന്നെ ഒന്ന് നോക്കാമോ? ഒരു കുഞ്ഞു ചോദിച്ചു. അപ്പൊ അമ്മുക്കുട്ടി പറഞ്ഞു, ആ നീയാണ്, കൊള്ളാമല്ലോ. അങ്ങനെ അമ്മുക്കുട്ടി ലെൻസിലൂടെ ഉറുമ്പിനെ നോക്കി. അപ്പോ ഉടനെ ഉറുമ്പ് വലുതായി, അമ്മുക്കുട്ടിയോ ചെറുതായി. അങ്ങനെ അമ്മുക്കുട്ടി പറഞ്ഞു, അയ്യോ, ഞാൻ ചെറുതായല്ലോ, ഇനി എന്ത് ചെയ്യും? അപ്പൊ ഈ ഉറുമ്പ് പറഞ്ഞു, സാരല്ല, ഏതായാലും ഇവിടെ വന്നില്ലേ, ഇനി ഞങ്ങളുടെ കൊട്ടാരം കണ്ടിട്ട് തിരിച്ചു പോകാം. അങ്ങനെ ഉറുമ്പും അമ്മുക്കുട്ടിയും ഉറുമ്പുകളുടെ കൊട്ടാരത്തിലേക്ക് പോയി. ഇത് കൊട്ടാരമോ? ഇത് മാളമല്ലേ? അമ്മുക്കുട്ടി പറഞ്ഞു. നിങ്ങൾ വിവരമില്ലാത്ത മനുഷ്യർ, ചിലവർ ഇങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞു. അമ്മുക്കുട്ടി പറഞ്ഞു, എവിടെ രാജാവും ഒന്നുമില്ലേ? ഉറുമ്പ് പറഞ്ഞു, ഏയ്, രാജാവൊന്നുമില്ല, റാണിയേ ഉള്ളൂ. എവിടെ റാണി? അമ്മുക്കുട്ടി ചോദിച്ചു. വാ, കാണിച്ചു തരാം. ഉറുമ്പ് റാണിയെ അമ്മുക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. അമ്മുക്കുട്ടി റാണിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഭയങ്കര ഗമയാണല്ലോ. റാണിക്ക് ഗമയില്ലാതെ പിന്നെ? റാണിയാണ് ഞങ്ങളുടെ അമ്മ. കൊട്ടാരത്തിലൂടെ ചുറ്റി നടക്കുമ്പോൾ കുറച്ചുറുമ്പുകൾ ജോലി ചെയ്യുന്നത് കണ്ടു. വലിയ ഉറുമ്പ് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ വേലക്കാർ. ഇവർ രാപ്പകലില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. ഭക്ഷണം ശേഖരിക്കുന്നതും കൂടുണ്ടാക്കുന്നതും കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനുമെല്ലാം ഇവർ തന്നെ കഠിനാധ്വാനികൾ. അവിടെ കണ്ട കുറച്ച് ഉറുമ്പുകളെ കണ്ട് അമ്മുക്കുട്ടി ചോദിച്ചു, അവറ്റ ഇവിടുത്തെ ആണുങ്ങളാ? കൊഴി മടിയന്മാർ, ഭക്ഷണ സമയത്ത് മാത്രമേ ദേഹം അനക്കൂ. പെട്ടെന്ന് നിന്ന് ഒരു ശബ്ദം, ആരാണ് ഇവിടെ അനുവാദമില്ലാതെ കയറിയത്? പേടിക്കണ്ടെന്നേ, ഇവർ ഞങ്ങളുടെ പട്ടാളക്കാരാണ്. ഉറുമ്പ് പറഞ്ഞു, അവൾ നമ്മളുടെ ശത്രുവല്ല, മിത്രമാണ്. റാണിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഉറുമ്പ് പോയി. പെട്ടെന്ന് വരണേ അമ്മുക്കുട്ടി പറഞ്ഞു. പട്ടാളക്കാരായ ഉറുമ്പുകൾക്ക് അമ്മുക്കുട്ടിയെ സംശയമായിരുന്നു. ഇവൾ ആളത്ര പോരാ, നമുക്ക് ഇവളെ തുരത്താം. നീ ഉറുമ്പിന്റെ ലോകത്തിലേക്ക് കടന്നു അല്ലേ? നിന്നെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഉറുമ്പുകൾ അവളുടെ പിന്നാലെ ഓടി. അവൾ പേടിച്ച്, അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അമ്മുക്കുട്ടി ഓടി 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 തോടിന്റെ ഒരു കരയിലെത്തി. വെള്ളം ഉണ്ടായത് ഭാഗ്യം. തോട് മുറിച്ച് കടന്നതും അവൾ വളർന്നു വളർന്നു വലുതായി. അങ്ങനെ അമ്മുക്കുട്ടി ലെൻസുമായി വീട്ടിലേക്ക് ഓടി. അങ്ങനെ അമ്മുവിന് സന്തോഷമായി. ഇതാണ് ഞാൻ വായിച്ച കൊച്ചു കഥ. നിങ്ങൾക്ക് ഇഷ്ടമായോ?